എല്ലോറ കേവ്സിനെ പറ്റി കേൾക്കാത്തവരായി ആരും തന്നെ കാണില്ല. ഇന്നത്തെ യാത്ര എല്ലോറ കേവ്സിലേക്കാണ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് എല്ലോറ കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. ഔറംഗാബാദിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ബുദ്ധ, ഹിന്ദു, ജൈന ഗുഹാക്ഷേത്രങ്ങളും വിഹാരങ്ങളുമാണ് ഇവിടെയുള്ളത്. 5-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഇത് പണി കഴിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. 1983 യുനെസ്കോ എല്ലോറ കേവ്സിനെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. 100ഓളം ഗുഹകളുണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ 34 ഗുഹകളിൽ മാത്രമാണ് സഞ്ചാരികൾക്ക് പ്രവേശനമുള്ളത്. 1 മുതൽ 12 വരെയുള്ള ഗുഹകൾ ബുദ്ധമത ക്ഷേത്രങ്ങളും 13 മുതൽ 29 വരെയുള്ള 17 ഗുഹകൾ ഹിന്ദു ക്ഷേത്രങ്ങളും പിന്നീടുള്ള 5 എണ്ണം ജൈനമത ക്ഷേത്രങ്ങളുമാണ്. രാഷ്ട്രകൂട രാജവംശമാണ് എല്ലോറ ഗുഹയിലെ ഹിന്ദു കേവ്സ് നിർമ്മിച്ചിരിക്കുന്നത്. വകടക രാജവംശമാണ് ബുദ്ധിസ്റ്റ് കേവുകൾ നിർമ്മിച്ചിരിക്കുന്നത്. യാദവ രാജവംശമാണ് ജെയിൻ കേവ്സ് നിർമ്മിച്ചിരിക്കുന്നത്. ചാലൂക്യ രാജവംശത്തിനും എല്ലോറ കേവ്സിൻ്റെ നിർമ്മാണത്തിൽ ചെറുതല്ലാത്തൊരു പങ്കുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ കണ്ടാൽ ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് വണ്ടറടിച്ച് നിന്നു പോവുക എന്ന്. എല്ലോറ കേവ്സ് കണ്ട ഞാൻ ശരിക്കും വണ്ടറടിച്ച് നിന്നുപോയി. 29-ാം നമ്പർ ഗുഹയുടെ അടുത്തായി നിങ്ങൾക്കൊരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. മഴക്കാലത്ത് എല്ലോറ കേവ്സിൽ പോവുകയാണെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും എല്ലോറ കേവ്സ് കാണാൻ പോകാൻ ചാൻസ് കിട്ടിയാൽ ഒരിക്കലും മിസ്സാക്കരുത്. ലക്ഷക്കണക്കിന് ടൺ പാറക്കല്ലുകളാണ് എല്ലോറ കേവ്സ് നിർമ്മിക്കുവാൻ വേണ്ടി തുരന്നെടുത്തതെന്ന് പറയപ്പെടുന്നു. ഈ തുരന്നെടുത്ത പാറക്കല്ലുകൾ ഇപ്പോഴും എവിടെയാണ് എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. എല്ലോറ കേവ്സിലെ 16ാമത്തെ ഗുഹാക്ഷേത്രമാണ് നമ്മെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന കൈലാസനാഥ ക്ഷേത്രം. കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.